ഹാപ്പി ന്യൂ ഇയർ എവറി വൺ. 2025 ജനുവരി 1 ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സെക്ഷനിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ന്യൂ ഇയർ ഫ്രണ്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ആണ്. ഇപ്പോൾ ഒരു 1 വീക്ക് മുന്നേ ഞങ്ങൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോട്ടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ ഫ്രണ്ട് ആരാണെന്ന് റിവീൽ ചെയ്യും. ഫ്രണ്ടിനുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഇനി കുറച്ച് ടീച്ചേഴ്സും കൂടെ എത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. പിന്നെ ന്യൂ ഇയർ മെയിനായിട്ടുള്ളത് നമുക്ക് ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ ഒരു ന്യൂ ഇയർ കേക്ക് ഉണ്ട്, അത് കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഡിസിഷനിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ സെക്ഷനിലുള്ള മുഴുവൻ ടീച്ചേഴ്സും പ്രസൻറ്റാണ്. എല്ലാവരും അവരുടെ ഗിഫ്റ്റൊക്കെ വാങ്ങി എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എന്നൊക്കെ ഇങ്ങനൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇടയ്ക്ക് എന്തിനെങ്കിലൊക്കെ വിളിച്ചാൽ പറയും ഞാൻ അതിലൊന്നും ഇല്ലല്ലോ, പിന്നെ എന്നെ എന്തിനാ വിളിച്ചേ, സമയം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിനുള്ള ആളൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ പോവാ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ആദ്യം ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, റിവീൽ ചെയ്തത് ചിത്ര മാമാണ്. കുറച്ച് ഗിഫ്റ്റ് ക്ലൂ ഒക്കെ തന്നു, ഒരു 4-5 ക്ലൂ ഒക്കെ തന്നു. ഞങ്ങൾ ഇങ്ങനെ കുറേ ആലോചിച്ചു ആരായിരിക്കും. ലാസ്റ്റ് ഒരു ക്ലൂവിൽ മനസ്സിലായത് ബൈജു സാറായിരുന്നു. എൻ്റെ ന്യൂ ഇയർ ഫ്രണ്ട് മായ മാമായിരുന്നു. മാമിന് ഞാനൊരു കിട്ടില്ല ചുരിദാറോട്ട് കൊടുത്തത്. ഇന്നായിരുന്നു അംജു മാമിൻ്റെ ലാസ്റ്റ് ഡേ. ഷീ റിസൈൻഡ്. ഷീ ഈസ് ഗോയിങ് ബാക്ക് ടു UAE. എൻ്റെ ഫ്രണ്ട് ഒരു ടോട്ടൽ പാക്കേജാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇതൊരു ഗിഫ്റ്റ് കിട്ടുക എന്നതിനൊക്കെ ഉപരി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറേ നേരം നല്ല രസമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയി. എല്ലാവരും ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിമാർ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ചേച്ചിമാർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അംജിത മാമിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് അംജിത മാം തിരിച്ച് UAEക്ക് പോവുകയാണ്. അപ്പോൾ മാമിൻ്റെ വക ട്രീറ്റ് ഉണ്ടായി, എല്ലാവർക്കും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഷെയർ ചെയ്തു. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. ഞാൻ എൻ്റെ ഗിഫ്റ്റ് മാത്രം അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനത് വീട്ടിൽ പോയി ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് പ്ലാനുകൊണ്ട് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തില്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരുപാട് ഹാപ്പിനെസ് ഉള്ളൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നത്.
ഇപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യം, നമ്മുടെ സെക്ഷനിൽ നിന്ന് പോയ ടീച്ചേഴ്സ് വേറെ പല സ്കൂളുകൾക്കൊക്കെ എബ്രോഡും മാൽദീവ്സിലൊക്കെ പോയ നമ്മുടെ മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളെല്ലാവരും ആലോചിച്ചു. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലേറെ ഹാപ്പി ആവുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അടുത്ത വർഷം ന്യൂ ഇയറിന് ആരൊക്കെ ഉണ്ടാവുക, ആരൊക്കെ ഇതിൽ നിന്ന് പോകുമെന്നൊന്നും അറിയില്ല. നല്ലൊരു വർഷം എല്ലാവർക്കും വളരെ ഹാപ്പിനെസ്സും പീസ്ഫുള്ളായിട്ടുള്ളൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം.